അടുത്തത് നിങ്ങൾക്കൊരു പേര് തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് അവര് 2,3 ഡൈമീഥൈൽ പെന്റേൻ 2,3 ഡൈമീഥൈൽ പെന്റേൻ. അപ്പൊ നമ്മുടെ മെയിൻ ചെയിനകത്ത് എത്ര കാർബൺ ആറ്റം? പെന്റ് എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് അത് തന്നെ വരയ്ക്കുക. സി 5 കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ. ആൻഡ് നമ്മളിപ്പോ റൈറ്റിൽ നിന്നാണ് നമ്പർ കൊടുക്കുന്നെങ്കിൽ ഏതൊക്കെ പൊസിഷനിലാണ്? മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ വരുന്ന ഗ്രൂപ്പ്, CH3 വരുന്ന ഗ്രൂപ്പ്. ആൻഡ് 2 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെ പൊസിഷനാണ്? 2 and 3. അപ്പൊ നമുക്ക് റൈറ്റിൽ നിന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 and 5. അപ്പൊ ഈ 2 പൊസിഷൻ നമുക്ക് റൈറ്റിൽ നിന്ന് തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ നമുക്ക് പേര് നമ്പറിങ് കൊടുത്തിട്ട് ഗ്രൂപ്പ് കൊടുക്കാം. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ആൻഡ് മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വരുന്നുണ്ട്? CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് ഇതിനനുസരിച്ചിട്ട് ബാക്കി ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെയും കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് താഴോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ പൊസിഷനിൽ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ രണ്ടും കറക്റ്റ് ആണ്. എന്നാലും ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കും എന്ന് പറയാം. അല്ലാതെ തെറ്റായിട്ട് എന്തായാലും ആരും കൺസിഡർ ചെയ്യില്ല. അപ്പൊ ബാക്കി നമുക്ക് ഹൈഡ്രജൻ ആറ്റംസ് കംപ്ലീറ്റ് ചെയ്യാം. 4 ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തിൽ CH3 അറ്റാച്ച് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജന്റെ ആവശ്യമേ വരുന്നുള്ളൂ. CH3 ഓക്കെ. ദെൻ CH, CH3, CH2, CH3 ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് വരിക. അപ്പൊ നമുക്ക് നമ്പറിങ് കൊടുക്കുമ്പോൾ 1, 2, 3, 4 and 5. പേര് കൊടുക്കുമ്പോൾ 2,3 ഡൈമീഥൈൽ 5 കാർബൺ ആറ്റംസ് ആണ്. സോ പെന്റേൻ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു സ്ട്രക്ചർ നമ്മൾ വരച്ച് കാണിക്കുന്നത് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. ഹെപ്റ്റ് മീൻസ് 7 കാർബൺ ആറ്റംസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 7 കാർബൺ ആറ്റംസ് കൊടുക്കാം. 1, 2, 3, 4, 5, 6 and 7 കാർബൺ ആറ്റംസ് കൊടുക്കും. ഏതൊക്കെ പൊസിഷനിലാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്? 2 and 4. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പറിങ് കൊടുക്കാം. 1, 2, 3, 4, 5, 6 and 7. പൊസിഷൻ ഏതാ? 2. സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരും. CH3. ബാക്കി നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് CH3, CH, CH3 and again CH2, CH, CH3, CH2, CH2 and CH3. ഇങ്ങനെയാണ് നമ്മൾ അതിന് നമ്പർ കൊടുക്കേണ്ടത്. ഏതൊക്കെ പൊസിഷനിലാണ്? 1, 2, 3, 4, 5, 6, 7. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം മെയിൻ ചെയിൻ നമ്പർ കൊടുക്കുക, മെയിൻ ചെയിൻ കാർബൺ ആറ്റംസ് കൊടുക്കുക. അതിനുശേഷം ഏത് പൊസിഷനിലാണ് ഗ്രൂപ്പ് കൊടുക്കേണ്ടത് അത് കൊടുത്തതിന് ശേഷം ഹൈഡ്രജൻ ആഡ് ചെയ്ത നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് നമ്പറിങ് കൊടുത്തു തുടങ്ങാം. നമ്പറിങ് കൊടുത്തു തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും എത്ര കാർബൺ ആറ്റംസ് ആണ് മെയിൻ ചെയിനകത്ത് വരുന്നത്. മെയിൻ ചെയിനകത്ത് വരുന്ന കാർബൺ 1, 2, 3, 4, 5, 6. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 and 6. നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ കൊടുത്തു നോക്കാം.